ഏറ്റവും ഒടുവിലത്തെ കാലാവസ്ഥ അപ്ഡേറ്റ് ഏത് തരത്തിലാണ് എന്ന് കൂടി നമുക്ക് ഒന്ന് നോക്കാം. ഇന്നത്തെ മഴ പെയ്യാനുള്ള സാധ്യതാ പ്രവചനം ഇങ്ങനെയാണ്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ കാര്യമായ അലർട്ട് ഇതുവരെയും കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ പെരുമഴയായിരുന്നു ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരം നഗരത്തിലാകെ. ഇന്ന് രാവിലെയും ഇപ്പോഴും മഴ തുടരുകയാണ്. അതിന്റെ കെടുതി നഗരത്തിൽ ഉൾപ്പെടെ അനുഭവിക്കുന്നുമുണ്ട്. യെല്ലോ അലർട്ടാണ്. അതിന് മുകളിൽ തെക്ക് മുതൽ മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിൽ കോഴിക്കോട്, വയനാട് വരെയുള്ള ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അവിടെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ 2 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. അതിതീവ്രമായ രീതിയിൽ ശക്തമായ മഴ ഈ 2 ജില്ലകളിൽ പെയ്യാനുള്ള സാധ്യതയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലകളിൽ വലിയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നതായിരുന്നു കാലാവസ്ഥാ പ്രവചനം. അതിന്റെ തുടർച്ചയായി ഇന്നും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി വടക്കൻ കേരളത്തിന്റെയും മധ്യ കേരളത്തിന്റെയും തെക്കൻ കേരളത്തിലെയും ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അവിടെ വിവിധയിടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വലിയ കാറ്റും മഴയും സാധ്യതയും കണക്കിലെടുത്ത് കോട്ടയത്ത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില ജില്ലകളിൽ ഭാഗികമായി താലൂക്ക് കേന്ദ്രീകരിച്ചും മറ്റും അത്തരത്തിൽ അവധികൾ നൽകിയിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇതുവരെയും മഴ മുന്നറിയിപ്പില്ല. പക്ഷേ വലിയ തോതിൽ മഴ പെയ്യുകയാണ് ഈ മേഖലയിലും എന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ തിരുവനന്തപുരത്തെ ഉൾപ്പെടെ സ്ഥിതി.